അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖീദ 4ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുർ റാബിഉ ഫഅലുൻ ലിമാ യുരീദു. ആദ്യം നമുക്ക് പാഠഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അതിനുശേഷം ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. അദ്ദറസുർ റാബിഉ പാഠം 4 ഫഅലുൻ ലിമാ യുരീദു. ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കുന്നവൻ എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുന്നവൻ. ഇന്നല്ലാഹ തആല നിശ്ചയം അല്ലാഹു തആല ഫഅലുൻ ലിമാ യുരീദു ഇച്ഛിച്ചത് പ്രവർത്തിക്കുന്നവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം അവൻ എല്ലാം അറിയുന്നവനുമാണ്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ നിശ്ചയം അവൻ കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. ഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറ കുല്ല അംർ അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനും എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചവനുമാകുന്നു. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ അവൻ ഉദ്ദേശിച്ചതൊക്കെ ഉണ്ടാകും, ഉദ്ദേശിക്കാത്തത് ഉണ്ടാവുകയുമില്ല. ഫകുല്ലു ഹറക്കത്തിൻ മിൻ ഹറക്കാത്തിൽ ആലമി വകുല്ലു സക്കനത്തിൻ മിൻ സക്കനാതിഹി ബിഇറാദത്തില്ലാഹി വഖുദ്റതിഹി ലോകത്തിൻ്റെ മുഴുവൻ ചലനങ്ങളും മുഴുവൻ നിശ്ചലനങ്ങളും അള്ളാഹുവിൻ്റെ ഉദ്ദേശവും കഴിവും കൊണ്ടാണ് ഉണ്ടാകുന്നത്. വലാ യജിബു അലൈഹി തആല ഷൈഉൻ അള്ളാഹു തആലയുടെ മേൽ ഒന്നും തന്നെ നിർബന്ധമില്ല. യുഅ്തിയൽ ഖൈറ ലിമൻ യശാ അവൻ ഉദ്ദേശിച്ചവർക്ക് നന്മ നൽകും. വയുഅ്തിയ ശർറ ലിമൻ യശാ അവൻ ഉദ്ദേശിച്ചവർക്ക് തിന്മയും നൽകും. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല, എന്നാൽ അവൻ ചോദ്യം ചെയ്യുന്നവനാണ്. അവർ ചോദ്യം ചെയ്യപ്പെടും. ഫയജൂസു ഫി ഹഖ്ഖിഹി തആല ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു സാധ്യമാകുന്ന കാര്യം പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യൽ അള്ളാഹുവിൻ്റെ ഹഖിൽ ജായിസാണ്. കജഅലിൽ ഇൻസാനി സഈദൻ ഔ ശഖിയൻ മനുഷ്യനെ വിജയിയോ പരാജിതനോ ആക്കുന്നതുപോലെ. ഔ ഗനിയൻ ഔ ഫഖീറൻ അല്ലെങ്കിൽ സമ്പന്നനോ ദരിദ്രനോ ആക്കുന്നതുപോലെ. വജഅലിഹി സ്വഹീഹൻ ഔ സഖീമൻ വ അഷ്ബാഹി ദാലിക അല്ലെങ്കിൽ ആരോഗ്യവാനോ രോഗിയോ ആക്കുന്നതുപോലെ. വജായിസും ബിഫളിഹി വഅദലിഹി തർക്കുൻ ലികുല്ലി മുംകിനിൻ കഫഇലിഹി അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും നീതി കൊണ്ടും സാധ്യമാകുന്ന എല്ലാ കാര്യവും പ്രവർത്തിക്കുന്നത് പോലെ ഉപേക്ഷിക്കലും ജായിസാണ്. ഖാലല്ലാഹു തആല അല്ലാഹു തആല പറഞ്ഞു. യഖ്ലുഖുല്ലാഹു മാ യശാഉ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കും. ഈ പാഠഭാഗത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? അതെ, അല്ലാഹു തആല എന്താണോ ഇച്ഛിക്കുന്നത്, എന്താണോ തീരുമാനിക്കുന്നത് അത് പ്രവർത്തിക്കുന്നവനാണെന്ന് നാം മനസ്സിലാക്കി അല്ലേ? നിശ്ചയം അല്ലാഹു തആല ഇച്ഛിച്ചത് പ്രവർത്തിക്കുന്നവനാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ എല്ലാം അറിയുന്നവനാണ്. നിശ്ചയമായും അവൻ കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനും എല്ലാ കാര്യങ്ങളെയും നിശ്ചയിച്ചവനുമാണ്. അവൻ ഉദ്ദേശിച്ചതൊക്കെ ഉണ്ടാകും, ഉദ്ദേശിക്കാത്തത് ഉണ്ടാവുകയുമില്ല. ലോകത്തിൻ്റെ മുഴുവൻ ചലനങ്ങളും മുഴുവൻ നിശ്ചലനങ്ങളും അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഒന്നുകൊണ്ട് മാത്രമാണ്. ഉദ്ദേശം കൊണ്ടും കഴിവ് കൊണ്ടുമാണ് ഉണ്ടാകുന്നത്. അള്ളാഹുവിൻ്റെ മേൽ ഒന്നും തന്നെ നിർബന്ധമില്ല. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ നന്മ നൽകും, ഉദ്ദേശിച്ചവർക്ക് അവൻ തിന്മയും നൽകും. അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ആരും ചോദ്യം ചെയ്യുകയില്ല, എന്നാൽ അവൻ ചോദ്യം ചെയ്യുന്നവനാണ്. നിശ്ചയമായും അവൻ്റെ അടിമകൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അല്ലാഹു തആലയ്ക്ക് സാധ്യമാകുന്ന കാര്യം പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യൽ അള്ളാഹുവിൻ്റെ ഹഖിൽ ജായിസാണ്. അല്ലാഹു തആലയ്ക്ക് സാധ്യമാകാത്ത ഒരു കാര്യങ്ങളുമില്ലല്ലേ? അത് പ്രവർത്തിക്കണോ പ്രവർത്തിക്കാതിരിക്കണോ എന്നത് റബ്ബിൻ്റെ മാത്രം താല്പര്യമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യനെ വിജയിയോ പരാജിതനോ ആക്കാൻ അള്ളാഹു തീരുമാനിക്കും. വിജയിയാക്കാനും
പരാജിതനാക്കാനും റബ്ബിന് കഴിയും അല്ലേ? അതുപോലെ തന്നെ സമ്പന്നനോ ദരിദ്രനോ ആക്കാൻ, അതുപോലെ തന്നെ രോഗിയോ ആരോഗ്യവാനോ ആക്കാൻ, ഇതിനൊക്കെ റബ്ബിന് കഴിവുണ്ട്. ആ മനുഷ്യനെ ഏതവസ്ഥ നൽകണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അല്ലാഹു തആലയാണല്ലേ? പാഠഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. മൻ ഖലഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ ആരാണ്? അല്ലാഹു തആല. 2. മൻ ഖദ്ദറ കുല്ല അംറിൻ, എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചവൻ ആരാണ്? ആരാണ്? അല്ലാഹു തആല. ഹൽ യജിബു അലല്ലാഹി തആല ഷൈഉൻ, അല്ലാഹു തആലയുടെ മേൽ വല്ലതും നിർബന്ധമുണ്ടോ? ലാ, ഇല്ല. അടുത്തത്, മാദാ യജൂസു ഫി ഹഖ്ഖിഹി തആല, അല്ലാഹു തആലയുടെ ഹഖിൽ ജായിസായതെന്ത്? ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യൽ അല്ലാഹു തആലയ്ക്ക് ജായിസാണ്. കമ്മിൽ, പൂരിപ്പിക്കുക. യുഅ്തി അൽ ഖൈറ ഡാഷ് വയുഅ്തി ഡാഷ് ലിമൻ യശാ, യുഅ്തി അൽ ഖൈറ ലിമൻ യശാ വയുഅ്തി അശ്ശർറ ലിമൻ യശാ വജായിസുൻ ഡാഷ് കഫഇലിഹി, വജായിസുൻ ബിഫളിലിഹി വഅദലിഹി തർക്കുൻ ലികുല്ലി മുംകിനിൻ കഫഇലിഹി. പാഠഭാഗവും ചോദ്യോത്തരങ്ങളും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ പാഠം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമല്ലോ. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.